ഹമാസ് സൈനിക വിഭാഗത്തിന്റെ പുതിയ തലവനും ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളുമായിട്ടുള്ള മുഹമ്മദ് ഔദയെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന. ഗാസയിൽ നടന്ന സൈനിക നീക്കത്തിലൂടെയാണ് ഇയാളെ വധിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെയും നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഈ ഓപ്പറേഷൻ പൂർത്തീകരിച്ചത്. ഹമാസിന്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽ ഖസാം ബ്രിഗേഡ്സിന്റെ മുൻ തലവൻ ഇസുദ്ദീൻ അൽ ഹദാദ് കൊല്ലപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ തലവനെയും വകവരുത്തിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് സമയത്ത് ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗ മേധാവി കൂടിയായിരുന്നു ഇയാളെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. നിരവധി ഇസ്രയേൽ പൗരന്മാരുടെയും സൈനികരുടെയും കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും നേരിട്ട് ഉത്തരവാദിയാണ് ഇയാളെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും വകവരുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രതിജ്ഞയെടുത്തിരുന്നു. ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ, മുഹമ്മദ് ദൈഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കളെ വകവരുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സൈനിക മേധാവിയെയും ഇസ്രയേൽ വകവരുത്തിയിരിക്കുന്നത്. എന്നാൽ ഔദ കൊല്ലപ്പെട്ടതായി ഹമാസ് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടില്ല. ചൊവ്വാഴ്ച വൈകിട്ട് ഗാസ സിറ്റിയിലെ അതീവ സുരക്ഷിത മേഖലയെന്ന് കരുതപ്പെടുന്ന റിമാലിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലായിരുന്നു ഇസ്രയേൽ മിന്നലാക്രമണം നടത്തിയത്. മുഹമ്മദ് ഔദ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്ന രഹസ്യ വിവരമായിരുന്നു ഇസ്രയേലിന് കിട്ടിയത്. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ബോംബുകൾ വർഷിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ ആക്രമണത്തിൽ ഔദ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസികളുടെ പ്രധാന ആഘോഷമായിട്ടുള്ള ബലിപെരുന്നാളിന് തൊട്ട് മുൻപേ തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന സവിശേഷതയും ഇവിടെയുണ്ട്. മുൻപ് പലതവണ ഇസ്രയേൽ വധശ്രമങ്ങളിൽ നിന്നും അത്ഭുതകരമായി ഔദ രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. പക്ഷേ ഇത്തവണ ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളിൽ നിന്നും ഔദയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായിട്ടുള്ള മജ്ദ യൂണിറ്റിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പിന്നീട് 2000 അൽ ഖസാം ബ്രിഗേഡിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അത് വിശകലനം ചെയ്യാനും സമർത്ഥനായിരുന്നു ഇദ്ദേഹം. ഹമാസിന്റെ രഹസ്യാന്വേഷണ സംഘത്തിന്റെ തലവനായ ശേഷം ഇസ്രയേലിനെതിരായിട്ടുള്ള സായുധ നീക്കങ്ങളിലടക്കം നിർണായകമായ പങ്കായിരുന്നു വഹിച്ചത്. 2017 മുതൽ 2019 വരെ നോർത്തേൺ ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്നു. യഹിയ സിൻവർ, മുഹമ്മദ് ദൈഫ് തുടങ്ങിയ ഉന്നത ഹമാസ് നേതാക്കളുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടതോടെ സൈനിക നീക്കങ്ങളും ആയുധ ശേഖരണവും അടക്കമുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉദൈ മേൽനോട്ടത്തിൽ വഹിച്ചിരുന്നത്. ഹമാസിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന കമാൻഡിംഗ് സിസ്റ്റത്തിന് ഏറ്റവും ഒടുവിലത്തെ പ്രഹരം കൂടിയാണ് ഈ ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.